ചെറുപ്പക്കാരിൽ കണ്ടുവരുന്ന അകാലനര പ്രിമച്വർ ഗ്രേയിങ് ഓഫ് ഹെയർ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? അത് റിവേഴ്സ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്? മെയിൻ ആയിട്ട് ആദ്യത്തെ ഒരു കാരണം നോക്കുകയാണെങ്കിൽ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും കുറയുന്ന സമയത്ത് നമ്മുടെ മുടിക്ക് കളർ കൊടുക്കുന്ന മെലാനിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ഓട്ടോമാറ്റിക്കലി കുറഞ്ഞിട്ട് ആ ഒരു കാരണം കൊണ്ട് ഈ പ്രശ്നം ഉണ്ടാകാം. രണ്ടാമതായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഉറക്കക്കുറവുണ്ട്, സ്ട്രെസ് നന്നായിട്ട് കൂടുതലാണെങ്കിൽ ശരീരത്തിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടിയിട്ട് ഫോളിക്കിൾസ് ഡാമേജ് ആവും. ഫോളിക്കിൾസ് ഡാമേജ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി മെലാനിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞിട്ടും ആ ഒരു കാരണം കൊണ്ടും ഈ ഒരു പ്രശ്നം ഉണ്ടാകാം. മൂന്നാമതായിട്ട് നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഹൈപ്പോ തൈറോയിഡിസം, ഹോർമോണൽ ഇംബാലൻസ്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാണ്. നാലാമതായിട്ട് നിങ്ങൾ എന്തെങ്കിലും കൂടുതലായിട്ട് സ്മോക്കിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിലൂടെയും ഫോളിക്കിൾസ് പെട്ടെന്ന് ഏജിങ് ആയിട്ട് അതിലൂടെ നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാകാം. അഞ്ചാമതായിട്ട് നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് കെമിക്കൽസ് പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നവരാണ്, അതായത് ട്രീറ്റ്മെന്റ്, സ്ട്രെയിറ്റനിങ് ട്രീറ്റ്മെന്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൂടെയും ഈ പ്രശ്നം പെട്ടെന്ന് വരാവുന്നതുമാണ്. മെയിൻ ആയിട്ടുള്ള മറ്റൊരു കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ പുവർ ഡയറ്റ്. നിങ്ങളുടെ ഭക്ഷണത്തിൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, ആന്റി ഓക്സിഡൻസ് എടുക്കുന്നില്ല. ഇതുകൊണ്ടും നമ്മുടെ അകാലനിര കോമൺ ആയിട്ട് കണ്ടുവരാം. പാരമ്പര്യത്തിലൂടെയും ഇതും മേജർ ആയിട്ട് വരുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് പ്രിമച്വർ ഗ്രേയിങ് ഓഫ് ഹെയറിന്റെ റീസൺസ്. ഇത് റിവേഴ്സ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ട് നോക്കുക. ബ്ലഡ് ടെസ്റ്റിൽ മെയിൻ ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12, അയൺ, ഫെറിറ്റിൻ. നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും കുറവ് തോന്നുകയാണെങ്കിൽ ഒരു ഡോക്ടർ കൺസൾട്ട് ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ടുള്ള സപ്ലിമെന്റ് എടുത്ത് അതിനെ മാറ്റാനായിട്ട് നോക്കുക. ഭക്ഷണത്തില് ഇലക്കറികള്, നട്ട്സ്, സീഡ്സ്, മുട്ട, നെല്ലിക്ക, പിന്നെ 3 ലിറ്റർ വെള്ളം, ഇത്രയും കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക. മൂന്നാമത്തെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ കൂടുതലായിട്ട് സ്ട്രെസ് എടുക്കുന്നവരൊക്കെ ആണെങ്കിൽ അതൊക്കെ കുറയ്ക്കുക, കുറച്ച് മെഡിറ്റേഷൻസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ദിവസത്തിൽ ഒരു അരമണിക്കൂറെങ്കിലും നന്നായിട്ട് ബോഡിനെ ആക്റ്റീവ് ആയിട്ട് വെക്കാനും കൂടി നോക്കുക. 7 മുതൽ 8 മണിക്കൂർ ഉറക്കം അത് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അവസാനമായിട്ട് കൂടുതലായിട്ട് ഈ ഹെയറിൽ ട്രീറ്റ്മെന്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ കൂടുതൽ കെമിക്കൽസ് അധികം യൂസ് ചെയ്യാതിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഇത് കൂടുന്നത് തടയാനായിട്ട് സാധിക്കും. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ധാരാളം ട്രീറ്റ്മെന്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. സോ എല്ലാവരും ഇത് ഫോക്കസ് ചെയ്യുക. സ്റ്റേ ഹെൽതി.